പിശാച് എന്നാൽ ആരാണ്? എന്താണ്? ഭൂമിയിൽ നരകം തീർക്കുന്നത് ആരാണോ എന്താണോ അതാണ് പിശാച്. അപ്പോൾ ചോദിക്കും, എന്താണ് നരകം? മനുഷ്യരുടെ സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, സമത്വം, തുല്യത, ഇതൊക്കെ എവിടെ നിഷേധിക്കപ്പെടുന്നോ ആ സ്ഥലമാണ് നരകം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അവന്റെ അന്തസ്സ്, അവന്റെ തുല്യത, അവന്റെ സ്വാതന്ത്ര്യം, നീതി. ഇതൊക്കെ നിഷേധിക്കപ്പെടുന്നത് എവിടെയാണ്? ആധുനിക മനുഷ്യന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് 3 പിശാചുക്കളെ കാണാൻ പറ്റും. 3 പിശാചുക്കളാണ് വ്യാപകമായി മനുഷ്യവർഗത്തെ രക്തച്ചൊരിച്ചിലൂടെ കൊന്നൊടുക്കിയത്. അതില് ഒന്നാമത് നമ്മൾ കാണുന്നത് കത്തോലിക്ക സഭയാണ്. 1000-ലധികം വർഷം തുടർച്ചയായി കത്തോലിക്ക സഭ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ കൂട്ടക്കൊലയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആധുനിക ചരിത്രകാരന്മാരുടെ കണക്കുകൂട്ടലുകളിൽ അത് ഏകദേശം 1 കോടി ആണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പിശാച് നമ്മൾ കാണുന്നത് ഇസ്ലാം മതമാണ്. ഇസ്ലാമിന്റെ ആവിർഭാവം മുതൽ അതിൻ്റെ എല്ലാ വളർച്ചയും വികാസവും വാളിലൂടെയാണ്, രക്തച്ചൊരിച്ചിലൂടെ, കൊലപാതകങ്ങളിലൂടെ, അടിച്ചമർത്തലിലൂടെ, കലാപങ്ങളിലൂടെ, കൊള്ളകളിലൂടെ, യുദ്ധങ്ങളിലൂടെ, ഇസ്ലാമിക ഇൻവേഷൻ, ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിലൂടെ ചരിത്രത്തിൽ കൊല്ലപ്പെട്ടവർ ലക്ഷക്കണക്കിനാണ്. മൂന്നാമതൊരു പിശാചിനെ നമ്മൾ കാണുന്നത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനുഷ്യർക്ക് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഒക്കെ വാഗ്ദാനം ചെയ്തെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇവയൊക്കെ നിഷേധിക്കപ്പെടുന്ന, മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, മനുഷ്യ അവകാശങ്ങൾ ഇതൊക്കെ ധ്വംസിക്കുന്ന അടിച്ചമർത്തലിന്റെ ഇരുമ്പ് മറയാണ് ഓരോ കമ്മ്യൂണിസ്റ്റ് രാജ്യവും. സോവിയറ്റ് യൂണിയനിലും ചൈനയിലും വിയറ്റ്നാമിലും ക്യൂബയിലും കംബോഡിയയിലും ഒക്കെ, റൊമാനിയയിലും ഒക്കെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ആധുനിക മനുഷ്യ ചരിത്രത്തിൽ 3 എൻറ്റിറ്റിയാണ് പിശാചിനുള്ള 1-ാം സ്ഥാനത്തിൽ മത്സരിക്കുന്നത്. ക്രൂരമായ മതപീഡനങ്ങളിലൂടെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ നിഷേധിച്ച്, മനുഷ്യരെ തമ്മിൽ വിഭജിച്ച്, മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ച്, അവരെ കൊന്ന് അവരുടെ രക്തം കുടിച്ച് വീർത്ത 3 എൻറ്റിറ്റികളെയാണ് നമ്മൾ കാണുന്നത്. ഇതിലേറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയത് ആരാണ്? ഈ 3 പിശാചുക്കളിൽ ഏറ്റവും ക്രൂരനായ പിശാചാരാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. കത്തോലിക്ക സഭയാണോ, കമ്മ്യൂണിസമാണോ, അതോ ഇസ്ലാമാണോ? 1-ാം സ്ഥാനത്തിന് 3 എൻറ്റിറ്റികൾ മത്സരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, ഈ 3 എണ്ണം വ്യത്യസ്തമായ 3 ആശയധാരകളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് 3ഉം ഒരുപോലെ ഐക്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇവർ 3ഉം അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഡിഗ്നിറ്റി, ഇക്വാളിറ്റി, ജസ്റ്റിസ്, ഫ്രീഡം ഇത് നിഷേധിക്കുകയായിരുന്നു. മനുഷ്യർക്ക് അടിസ്ഥാനപരമായി ജീവശ്വാസം പോലെ ആവശ്യമായ അവന്റെ അന്തസ്സും അവന്റെ സ്വാതന്ത്ര്യവും അവൻ അവകാശപ്പെട്ട തുല്യതയും അവന് ലഭിക്കേണ്ട നീതിയും നിഷേധിക്കപ്പെട്ടു. അങ്ങനെ ഇവകൾ നിഷേധിക്കപ്പെടുന്ന സ്ഥലങ്ങൾ നരകങ്ങളും അവ നിഷേധിച്ചവർ പിശാചുക്കളുമാണ്. അതുകൊണ്ട് ആധുനിക മനുഷ്യ ചരിത്രത്തിൽ 3 പിശാചുകളാണുള്ളത്. അതിൽ ഏതാണ് കൊടും പിശാച് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.